2026 മാർച്ച് 4 സിറാജ് എഡിറ്റോറിയൽ അതിജീവനത്തിന്റെ മറ്റൊരു കേരള മാതൃക. ദുരന്ത നിവാരണ പുനരധിവാസ മേഖലകളിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പുതിയ മാനങ്ങൾ നൽകിയ ചരിത്രമാണ് കേരളത്തിൻ്റേത്. 2018 മഹാപ്രളയകാലത്ത് കേരളത്തിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആഗോള പ്രശംസ നേടിയതാണ്. ഈ ഗണത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു മാതൃകയാണ് വൻ ഉരുൾപൊട്ടലും നാശനഷ്ടവും നടന്ന വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ ദുരിതബാധിതർക്കായി 1.5 വർഷത്തിനിടെ 178 വീടുകൾ നിർമ്മിച്ച് കൈമാറിയ സംസ്ഥാന സർക്കാർ നടപടി. ഇത്രയും വീടുകളുടെ താക്കോൽ ഞായറാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരിതബാധിതർക്ക് കൈമാറുകയുണ്ടായി. അവശേഷിക്കുന്ന വീടുകൾ അടുത്ത മഴക്കാലത്തിനു മുമ്പായി കൈമാറുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. 64.47 ഹെക്ടറിലായി 410 വീടുകളാണ് ടൗൺഷിപ്പിൽ സർക്കാർ നിർമ്മിക്കുന്നത്. ഇതിൽ കൈമാറിയ വീടുകൾക്ക് പുറമേയുള്ളവയുടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ബെഡ്റൂം, 2 ശുചിമുറി, ലിവിംഗ്, ഡൈനിങ് റൂമുകൾ, സിറ്റൗട്ട്, പഠനമുറി, അടുക്കള, വർക്ക് ഏരിയ എന്നീ സൗകര്യങ്ങൾ അടങ്ങുന്നതാണ് വീടുകൾ. നിർമ്മാണത്തിലെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് പൊതുമരാമത്ത് ജോലികൾക്ക് 5 വർഷവും ഇലക്ട്രിക്കൽ ജോലികൾക്ക് 3 വർഷവും വാറന്റിയും നൽകുന്നുണ്ട് സർക്കാർ. സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു 2024 ജൂലൈയിൽ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് സംഭവിച്ചത്. ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ നൂറുകണക്കിന് വീടുകളും കടകളും സ്ഥാപനങ്ങളും തകരുകയും ഒലിച്ചുപോകുകയും അനേകം മനുഷ്യജീവനുകൾ ഇല്ലാതാകുകയും ചെയ്തു. ജീവനോപാധികൾ മുഴുവൻ നഷ്ടമായി. ഒരു രാത്രി കൊണ്ട് ഒരു നാടാകെ ഇല്ലാതായ ഭയാനകരമായ അവസ്ഥ. കേരളീയ സമൂഹം ഒന്നാകെ, വിശേഷിച്ചും വയനാട് പകച്ചു നിന്ന സാഹചര്യം കനത്ത വെല്ലുവിളിയായിരുന്നു. ഈ സാഹചര്യത്തിൽ സമഗ്രമായ പുനരധിവാസ പദ്ധതി. അതിനിടെ തടസ്സങ്ങൾ ഏറെയുണ്ടായി. കേന്ദ്രത്തിന്റെ സഹായ നിഷേധം, കോടതി വ്യവഹാരങ്ങൾ, ദുരിതാശ്വാസ നിധിയിലേക്ക് ചില്ലിക്കാശ് കൊടുക്കരുതെന്ന ആഹ്വാനം, ദുരിതബാധിതരെ തെറ്റിദ്ധരിപ്പിക്കൽ. ചില മാധ്യമങ്ങൾ വരെ ഇത്തരം പ്രതിലോമ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നു. ഇതിനെയെല്ലാം അതിജീവിച്ചാണ് സർക്കാർ പുനരധിവാസ പദ്ധതിയുമായി മുന്നോട്ടു പോയത്. പതിറ്റാണ്ടുകൾ നീളാറുണ്ട് വൻ ദുരന്തങ്ങൾക്ക് ശേഷമുള്ള ദുരിതാശ്വാസ പദ്ധതികൾ. എന്നാൽ വ്യത്യസ്തമായ ചരിത്രമാണ് വയനാട്ടിൽ കണ്ടത്. പ്രദേശം ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് മുക്തമാകുന്നതിന് മുമ്പേ അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ടൗൺഷിപ്പിനുള്ള ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി പ്രവർത്തനം തുടങ്ങിയിരുന്നു. അതേസമയം ഭരണകൂടത്തിന് മാത്രം അവകാശപ്പെടാവുന്ന നേട്ടമല്ല ഇത്. സജീവ ജനകീയ പങ്കാളിത്തം കൊണ്ടാണ് 1.5 വർഷത്തിനകം 178 വീടുകൾ നിർമ്മിച്ച് കൈമാറാൻ സർക്കാരിന് സാധ്യമായത്. വിവിധ മത, സാംസ്കാരിക, സന്നദ്ധ സംഘടനകളുടെയും മനുഷ്യസ്നേഹികളുടെയും അകമഴിഞ്ഞ സഹകരണം കൂടിയുണ്ട് ഈ നേട്ടത്തിനു പിന്നിൽ. രാഷ്ട്രീയ വിയോജിപ്പുകളും മതപരമായ അതിർവരമ്പുകളും മാറ്റിവെച്ച് എല്ലാം നഷ്ടപ്പെട്ട തങ്ങളുടെ സഹോദരങ്ങൾക്കായി ഒരു ഗ്രാമം പടുത്തുയർത്താൻ ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും മലയാളികളുടെയും ഉദാരമതികളുടെയും സഹായഹസ്തം നീണ്ടു വയനാട്ടിലേക്ക്. കേരള മുസ്ലിം ജമാഅത്ത് 2.5 കോടി രൂപ സർക്കാരിന് കൈമാറി. 50 വീടുകളുടെ നിർമ്മാണത്തിനുള്ള തുക നൽകിയത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫലിയാണ്. കേവലം ഒരു പാർപ്പിട പദ്ധതിയല്ല, ഒരു ജനതയുടെ ഐക്യത്തിന്റെയും ഇച്ഛാശക്തിയുടെയും പാരസ്പര്യത്തിന്റെയും അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ പദ്ധതി. വേദനകളുടെയും നാശനഷ്ടത്തിന്റെയും കഥകളാണ് ദുരന്തങ്ങൾക്ക് പറയാനുള്ളതെങ്കിലും ഭരണകൂടവും സമൂഹവും ഒന്നിച്ചു ചേർന്നാൽ അത്തരം തകർച്ചയിൽ നിന്ന് ഏറെ താമസിയാതെ ഉയർത്തെഴുന്നേൽക്കാനാകുമെന്ന പാഠമാണ് മുണ്ടക്കൈ പുനരധിവാസ പദ്ധതി നൽകുന്ന സന്ദേശം. വിദ്വേഷങ്ങളില്ലാതെ പരസ്പര സ്നേഹത്തോടെ ഇടകലർന്നുള്ള മനുഷ്യജീവിതം ചിലരെ അസ്വസ്ഥരാക്കാറുണ്ട്. അവരാണ് വ്യാജപ്രചാരണങ്ങൾ അയച്ചുവിടുന്നതും കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാജ സിനിമകളും നിർമ്മിതികളുമായി രംഗത്തു വരുന്നതും. ഇത്തരക്കാരെ കണ്ണു തുറപ്പിക്കേണ്ടതാണ് മുണ്ടക്കൈ ടൗൺഷിപ്പ്. 178 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായെങ്കിലും അത് പുനരധിവാസ പദ്ധതിയിലെ ആദ്യപടി മാത്രമാണ്. അവശേഷിച്ച വീടുകളുടെയും ടൗൺഷിപ്പിന്റെ ഭാഗമായുള്ള ക്ലസ്റ്റർ റോഡുകളുടെയും
മറ്റു പദ്ധതികളുടെയും നിർമ്മാണം എത്രയും വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. കുടിവെള്ളം, സ്കൂൾ, അംഗൻവാടി, പ്രാഥമികാരോഗ്യ കേന്ദ്രം, ലൈബ്രറി, കമ്മ്യൂണിറ്റി സെന്റർ, കുട്ടികൾക്കായുള്ള കളിസ്ഥലങ്ങൾ, വൈദ്യുതി സബ്സ്റ്റേഷൻ, അണ്ടർഗ്രൗണ്ട് കേബിൾ പ്രവൃത്തി, ചുറ്റുമതിൽ തുടങ്ങി ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട പലതും നിർമ്മാണത്തിലാണ്. ഇത്തരം വിഷയങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആവശ്യമാണ്. വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനോളം തന്നെ പ്രധാനമാണ് ദുരിതബാധിതർക്ക് മാന്യമായ ജീവിതം നയിക്കാൻ ആവശ്യമായ ഇടപെടലും ജീവിതോപാധികൾ ലഭ്യമാക്കലും. ദുരന്തബാധിതർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് പുനരധിവാസ പദ്ധതി പൂർത്തിയാകുന്നത്. കേരളത്തിന്റെ ജനകീയ കൂട്ടായ്മയോടെയുള്ള ഭരണ സംവിധാനവും സാമൂഹിക സുരക്ഷാ പദ്ധതികളും പലപ്പോഴും ഐക്യരാഷ്ട്ര സഭയുൾപ്പെടെ ആഗോള ഏജൻസികളുടെ പ്രശംസയ്ക്ക് വിധേയമായിട്ടുണ്ട്. ആ പട്ടികയിൽ ഇടം പിടിക്കാൻ മുണ്ടക്കൈ ടൗൺഷിപ്പ് പദ്ധതിക്കാകട്ടെ.